നിങ്ങൾ ഇപ്പം ഈ ചാനലും ഈ കോടതി എല്ലാം പെൺപിള്ളേർക്ക് അനുകൂലമാണ്. പക്ഷേ ഇതേപോലെ ആൺപിള്ളേർക്ക് എന്തുകൊണ്ട് ഒരു അനുകൂല സാഹചര്യം ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന എത്ര എണ്ണം ഉണ്ട്. പക്ഷെ അവർക്ക് ആരും സുരക്ഷിതത്വം കൊടുക്കുന്നില്ല. ഈ കൊച്ചിനെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഗവൺമെൻറ് മറച്ച് ഇങ്ങനെ പിടിക്കുന്നു? ഞങ്ങൾക്ക് അതിനെ കാണണം, ഞങ്ങൾക്ക് അതിനോട് സംസാരിക്കണം. ആര് പറഞ്ഞിട്ടാണ് ഈ വേല ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. മോനെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് പിടിക്കാൻ ചെന്നപ്പോൾ അമ്മ എന്നെ തുടരുതെന്ന് പറഞ്ഞു. എന്താ മക്കളെ എന്നെ ഇഷ്ടം പോലെ അടിച്ചമ്മയെന്ന് പറഞ്ഞു. അപ്പോഴേ ഇവൻ കാണിക്കുന്ന കാലും എല്ലാം മുടി പിടിച്ച് പിഴുത് എൻ്റെ കുഞ്ഞിതിനു വേണ്ടി എന്തു ചെയ്ത്. ഈ കൊച്ചിനെ അറിയത്തില്ല, ഇവരാരെ അറിയാമെന്നുള്ളതല്ലാതെ ഈ കൊച്ചിനുമായിട്ട് യാതൊരു ഇതുമില്ല. സംസ്ഥാനത്തെ വ്യാജ പോക്സോ കേസുകളുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി ഞങ്ങളൊരു കുട്ടിയെ കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട കോന്നി പോലീസ് സ്റ്റേഷനിൽ ഒരു 13-കാരി ഒരു വ്യാജ പീഡന പരാതി കൊടുക്കുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലുള്ള വൈദ്യ പരിശോധനയിൽ അങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല എന്ന് തെളിയുന്നു. ഇതിൽ ഇരകളായവർ അല്ലെങ്കിൽ പ്രതികളായിരുന്നവരാണ് ഇപ്പോൾ ഇരകളായിരിക്കുന്നത്. ആ ഒരു ഇരയുടെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്താണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംഭവിച്ച ക്രൂര പീഡനത്തിന് പിന്നിൽ? ഒരു 13 വയസ്സുള്ള പെൺകുട്ടി എങ്ങനെയാണ് മാനെ ഈ ഒരു കേസിലേക്ക് നിന്നെ വലിച്ചഴക്കുന്നത്? അറിയില്ല. അല്ല, അറിയത്തില്ല. ആരാണ് ഈ പെൺകുട്ടി എന്നും അറിയില്ല. ഇല്ല, പെൺകുട്ടി എന്ന് പറയുമ്പം എനിക്ക് ആ ഫോട്ടോ എനിക്ക് കാണിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ആ കുട്ടിയുടെ സിസ്റ്റർ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത് ഇന്ന ആളുടെ അനിയത്തിയാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടെന്ന് വർഷങ്ങൾക്ക് മുന്നുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഈ ഇടയ്ക്കോ ഇവർ പറയുന്ന ഡേറ്റിലോ ഒന്നും കണ്ടിട്ടില്ല. അതിക്രൂരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും മർദ്ദനമേറ്റ ഒരു ഹൃദ്രോഗിയായിട്ടുള്ള മോനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ശരിക്കും പോലീസ് സ്റ്റേഷനിൽ എന്തായിരുന്നു അത്ര ക്രൂരമായിട്ടുള്ളൊരു പീഡനം ഉണ്ടാകാനുള്ള സാഹചര്യം? ക്രൂരമായ പീഡനം എന്ന് പറയുമ്പോൾ അവിടെ നിന്നുള്ള സിവിൽ ഡ്രസ്സിലായിരുന്നു സാർമാരെല്ലാം. അപ്പോൾ ഇവരെന്നെ നേരെ കൊണ്ടുവന്നിട്ട് പോലീസ് സ്റ്റേഷനിലല്ല ആദ്യം കൊണ്ടുവന്നത്, ഒരു കോട്ടേഴ്സിലാണ് കൊണ്ടുവന്നത്. കോട്ടേഴ്സിൽ കൊണ്ടുവന്നിട്ട് ഇവർ ആദ്യമേ തന്നെ നല്ല തെറിയെല്ലാം വിളിച്ചിട്ട് തന്നെ ഇവരെന്നെ ഒരു മൂലയിൽ കൊണ്ട് ഇരുത്തി ചെരുപ്പെല്ലാം ഊരിട്ട് ഇരുത്തിയിട്ട് തന്നെ എൻ്റെ കാല് നീട്ടി വെച്ചിട്ട്. അറിയുന്നുണ്ട് എന്താ സംഭവം? ഇല്ല, അപ്പോഴും അറിയുന്നില്ലെന്ന് പറയുമ്പോൾ ഇവരെന്നെ പിന്നെ കാല് നീട്ടി വെച്ചിട്ട് ഇവർ പിന്നെ ചോരിലും കൊണ്ട് നല്ലപോലെ അടിക്കുമായിരുന്നു. എന്നിട്ട് ഇവർ ചോരിലും കൊണ്ട് കുറെ നേരം അടിച്ചു. കാരണം മാറി മാറി അടിച്ചിട്ട് ഇവരെന്നെ രണ്ട് ചെവിയിലും പിടിച്ച് പൊക്കി എണീപ്പിച്ചിട്ട് പിടിച്ച് തിരിക്കുമായിരുന്നു ചെവിയിൽ. തിരിച്ചു കഴിഞ്ഞിട്ട് ഇവർ ചോദിക്കുന്നുണ്ട്, നീ ആ കുട്ടിയെ കൊണ്ട് നീ അവിടെ പോയി എന്തിനും നിന്റെ ലൊക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ടല്ലോ, CCTV കാണിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. നമുക്ക് അതുമായിട്ടൊന്നും ഒരു കാര്യങ്ങളും ഇല്ല, അറിയത്തില്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ പോയിട്ടുമില്ല. കാരണം പോയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേനും കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ മാങ്കോടൊക്കെ. അതായത് കളിക്കാനായിട്ടുള്ള ആവശ്യത്തിനൊക്കെ പോയിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ അങ്ങനെ പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെന്റെ മുടിയിലൊക്കെ തിരിച്ചു മുടി പിടിച്ചിട്ട് കറക്കിയിട്ട് കുനിച്ചു വെച്ചു. ആ സമയത്ത് സ്റ്റേഷനിൽ മോൻ മാത്രമേ ഉള്ളൂ പ്രതിയായിട്ട്? ആ സമയത്ത് എന്നെ മർദ്ദിക്കുമ്പോഴത്തേനും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇവരെന്നെ മുടിക്ക് പിടിച്ച് താത്ത് വെച്ചിട്ട് പിന്നെ ചോദിച്ചിട്ട് പിന്നെ ഫോട്ടോ കാണിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ്, എനിക്ക് ഫോട്ടോ കാണിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സാറെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു ഫോട്ടോ കാണിച്ചോളാം എനിക്ക്. പിന്നെ ഫോട്ടോ എനിക്ക് കണ്ട സമയത്താണ് പിന്നെ എനിക്ക് മനസ്സിലായത്. അതായത് വർഷങ്ങൾക്ക് മുന്നേ കണ്ടതേ ഉള്ളൂ. കാരണം എന്റെ കൂടെ പഠിച്ചിട്ടുള്ള സിസ്റ്റർ എന്റെ കൂടെ പഠിച്ചിട്ടുള്ളതേ ഉള്ളൂ അതിന്റെ. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോഴേ ഈ കുട്ടി ചെറിയ കുട്ടിയായിരുന്നു, വളരെ ചെറിയ കുട്ടിയായിരുന്നു സമയത്ത്. പിന്നീട് എന്താ സംഭവിച്ചത്? ഈ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അല്ല അല്ലെങ്കിൽ മോൻ അല്ല എന്ന് പറയുമ്പോഴും പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നെ അവര് പറയുന്നത് നീ കള്ളമൊന്നും പറയാൻ ശ്രമിക്കണ്ട, നീ പഠിച്ച കള്ളനാ, അങ്ങനെയൊക്കെ അവര് പറയുന്നത്. അവര് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എന്നെ വേറൊരു റൂമിലോട്ട് മാറ്റി. അതപ്പോൾ വേറൊരു പയ്യനെയും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്നെ വേറൊരു റൂമിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവിടെ SI മറ്റേ 2-4 സാറന്മാരും കൂടെ സ്പീഡിൽ കയറി വന്നിട്ട് എൻ്റെ മുടി പിടിച്ചങ്ങ് താത്തങ്ങ് വെച്ച്. സ്പീഡിൽ വന്നിട്ട് എൻ്റെ മുടി നല്ലപോലെ താത്തങ്ങ് വെച്ചു, എന്നെ കുനിച്ചങ്ങ് നിർത്തി. എന്നിട്ട് എൻ്റെ ഒരു ബൂട്ടിട്ട് ഒരാൾ വരാൻ പറഞ്ഞിട്ട് എൻ്റെ കാലിൽ ചവിട്ടുകയും ചെയ്തു. നല്ലപോലെ ചവിട്ടി. 2 കാലിലും? ഈ കാലിൽ ആദ്യം ചവിട്ടുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എന്നെ മറ്റേ ചെവിക്ക് പിടിച്ച് എണീപ്പിച്ചിട്ട് ഈ കാലിൽ ഇങ്ങനെ ചവിട്ടി. ഈ പാടുകൾ? ആ പാടുകൾ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ അപ്പുറത്തെ റൂമിൽ വെച്ചും കാലിൽ ബൂട്ടിട്ട് നല്ലപോലെ ചവിട്ടാൻ ഈ കാലിൽ അവർ നല്ലപോലെ ചവിട്ടി. പിന്നെ എനിക്ക് അതുകൊണ്ട് ഇപ്പം ചെരുപ്പിടാതെ എനിക്ക് നല്ലപോലെ നടക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും നടക്കാൻ പറ്റുന്നത്. ശരിക്കും ഈ ഒരു ഇതെല്ലാം 100 വട്ടം പറഞ്ഞു, ഇതെല്ലാം ഞാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മറ്റുള്ള പ്രതികളോടത്ത് എങ്ങനെയായിരുന്നു? അവരെയൊക്കെ മോൻ അറിയാവുന്നവരാണോ അല്ലെങ്കിൽ സുഹൃത്തുക്കളാണോ, എങ്ങനെയാണ്? അവര് സുഹൃത്തെന്ന് പറയുമ്പോൾ ഒരാൾ എൻ്റെ കൂടെ നേരത്തെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ സ്കൂളിൽ പഠിച്ച ആ ഒരു ഇതേ ഉള്ളൂ. ഇവരുമായിട്ടൊന്നും ഈ അടുത്ത സമയത്ത് ഒരു ബന്ധം പോലും ആരുമായിട്ടുമില്ല. കാരണം നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തും അല്ല താമസിക്കുന്നത്. ഫോണിൽ കോണ്ടാക്ട്സ് പോലും ഇല്ല, ആരുടെയും കോണ്ടാക്ട്സ് പോലും ഇല്ല. ശരിക്കും ഈ ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി വിചാരിച്ചപ്പോൾ അവന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനം, നാണക്കേട്, അവന്റെ മാനസികാവസ്ഥ. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് സംഭവിച്ചത് രാത്രി 8-8:15 ഒക്കെ കഴിഞ്ഞ് കാണും. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എണീറ്റ്. അപ്പോൾ അവന് വിശക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ഭക്ഷണം കൊടുക്കാൻ അടുക്കളയിലോട്ട് കയറിയപ്പോൾ ഞങ്ങളുടെ പട്ടി കുടച്ച്. അപ്പോഴത്തെ ഞാൻ വിചാരിച്ചു ഇവൻ്റെ കൂട്ടുകാരോ ആരെങ്കിലും വരുന്നതായിരിക്കുമെന്ന്.
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ ആൾക്കാർ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തുവാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പോലീസിലാണെന്ന് അവരോട് പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പം വീട്ടിൽ റൂമിനകത്ത് ഒരു പോലീസുകാരെന്ന് അറിയുന്നില്ല, സിവിൽ ഡ്രസ്സാണ്. വന്നിട്ട് നിബിൻ്റെ ഫോൺ എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് കുത്തിയിട്ടേക്കുന്നു. അന്നേരം ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് രണ്ടാമത്തെ ഫോൺ എന്തിയേ. ഞാൻ പറഞ്ഞു മോന് ഒരു ഫോണേ ഉള്ളല്ലോ. അല്ല 2 ഫോണുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങൾക്ക് വല്ലാത്ത എന്തുവാന്ന് അറിയത്തില്ലല്ലോ. എന്തോ സാറേ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അത് കാര്യം ഉണ്ടായിട്ടാ നിങ്ങളുടെ മോൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവുക. ഞങ്ങൾ ഈ സാറിൻ്റെ പുറകെ ഞാനും എൻ്റെ അമ്മയും കൂടെ കരഞ്ഞു വിളിച്ച് നിലവിളിച്ചുകൊണ്ട് മേളിൽ റോഡിൽ ചെന്നപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ മൂത്ത മോനെയും പിടിച്ചു വെച്ചേക്കുക. പത്തനാപുരത്ത് ജിമ്മിന് പോയ എൻ്റെ മൂത്ത മോനെ അവിടുന്ന് കൊലക്കേസ് പ്രതികളെ കൊണ്ടുവരുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ മേളിൽ ചെന്നിട്ട് അപ്പോൾ ഇവനെ അപ്പോഴത്തേന് ഇവർ അട്ടക്കട്ട പിടിച്ചു. അപ്പം അന്നേരം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്, എൻ്റെ കുഞ്ഞിനെ പറ്റി എന്തോ കംപ്ലൈൻറ്റ്, അതിപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അവകാശമില്ലേ, ഞങ്ങൾ രാത്രിയിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ പിടിച്ചിറക്കി കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആര് തന്ന് എന്തിന് തന്നെന്നുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് വേണ്ടേ സാറുമാരെന്ന് ചോദിച്ചപ്പം അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കൂടലിലോട്ട് വായെന്ന് പറഞ്ഞ് അപ്പം തന്നെ കയറെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഉന്തിക്കയറ്റി കൊണ്ടുപോയി. ഞാൻ അപ്പോഴും കൊണ്ടുപോയപ്പോഴും ഞങ്ങൾ പറയുന്നു കുഞ്ഞിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക, ഹാർട്ടിൻ്റെ സാറേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല, ചോദ്യം ചെയ്യത്തേ ഉള്ളു എന്നും പറഞ്ഞാൽ കൊണ്ടുപോയത്. ഇവിടുന്ന് പോകുമ്പോൾ വലിയ മോനും ഉണ്ട് കൂട്ടത്തിൽ. എന്നിട്ട് കല്ലുംകടവിൽ ഇറക്കി വലിയ മോനെ വിട്ടു. അപ്പോഴും വലിയ മോൻ ഇവരോട് പറയുന്നത് സാറേ ഉപദ്രവിക്കല്ല, എൻ്റെ അനിയനെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുവാന്നേ താണു വീണ് പറഞ്ഞത്. അങ്ങനെ അവനെ അവിടെ കൊണ്ടുപോയി. ഞങ്ങൾ തൊട്ട് പുറകെ ഓട്ടോ വിളിച്ച് അവിടെ ചെന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല. വലിയ മോനെ അവിടെ ഞാൻ പറഞ്ഞു എന്തിയ മോനെ കുഞ്ഞിനെ കണ്ടില്ല, എങ്ങോട്ട് കൊണ്ടുപോയെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഒറ്റ പോലീസുകാർ ഇറങ്ങി വന്നിട്ട് അല്ല ഇന്നതാ കാര്യം, ഇന്നതാ പ്രശ്നം, ഇന്നതാ കേസ്, ഇന്ന ആള് തന്നതാ, ഇതൊന്നും പറഞ്ഞ് നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ പോയി നിൽക്കുക. ആരോട് ചോദിക്കും? ഈ സംഭവത്തിൽ മോൻ പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു അലിഗേഷൻ വന്നിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അവരുമായിട്ട് അയൽ ബന്ധമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവരാണ്? ഒരു തരത്തിലൊരു ബന്ധമില്ല. അതിന്റെ ചേച്ചിയായിട്ട് ഇവൻ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു സൗഹൃദമോ അങ്ങനെ ഒരു സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഫോണും യൂസ് ചെയ്യുന്ന ആളല്ല. അന്ന് ഇവൻ പഠിക്കുന്ന കാലത്ത് ഈ പീഡനത്തിന് ഇരയായെന്ന് പറയുന്ന പെൺകുട്ടിക്ക് 4 വയസ്സ്. ഈ വളർന്നതിൽ പിന്നെ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഈ കുഞ്ഞ് ഏതാണെന്ന്. അപ്പോൾ വർഷങ്ങളായി. അല്ലെ ഫോൺ വഴിയായിട്ട് ഒരു ചാറ്റിംഗ് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ്. ഇതെന്തിനാ ഞങ്ങളെ ഇങ്ങനെ കുടിക്കുകയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സത്യമേ സത്യം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് മർദ്ദിക്കുന്നതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അവിടെ ഇരുന്ന് കരഞ്ഞ് എനിക്കറിയത്തില്ല. പിന്നീട് വീട്ടിൽ വന്നപ്പോഴാണോ മർദ്ദന വിവരം പറയുന്നത്? അതെ, അന്ന് വല്ലല്ലോ. അന്ന് ഞങ്ങൾ 2:45 അവിടുന്ന് ഇറങ്ങുമ്പോൾ പിറ്റേന്ന് വെളുപ്പിൽ പിന്നെയും പോവുക. ഉറങ്ങിയിട്ടില്ല, ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടെ ചെന്നിട്ട് 4 മണി കഴിഞ്ഞപ്പോഴാണ് സാറുമാർ ഞങ്ങളെ വിളിക്കുന്ന അകത്തോട്ട്. അതുവരെ ഒരു സാറുമാർ വന്നിട്ട് ഏതോ ഒരു സാറ് പറഞ്ഞത് പോക്സോ കേസാണെന്ന്. അപ്പോഴും ഞങ്ങൾക്ക് അതിശയം, ആരെ പേടിപ്പിച്ച് ഞങ്ങൾക്ക് ഒരെത്തും പിടിയില്ല. ലാസ്റ്റ് 4 മണിയായപ്പം ഈ സാറ് വിളിപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മകൻ നല്ലവനാ, നിങ്ങളുടെ മകൻ്റെ ഫോണിൽ യാതൊരു ഇതുമില്ല, ഞങ്ങളെല്ലാം പരിശോധിച്ചെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ വെറുതെ വിട്ട്. അപ്പോഴും ഇവൻ പറയുന്നില്ല ഇങ്ങനെ ചെയ്യുന്ന. അപ്പോഴും തന്നെ ഇവൻ്റെ കൂട്ടുകാർ വന്ന് ബൈക്കിൽ കയറ്റി ഇങ്ങ് കൊണ്ടുപോകും. നമുക്ക് സന്തോഷം, നമ്മുടെ കുഞ്ഞിനെ ഇങ്ങ് വിട്ടല്ലോ. ഇവിടെ വന്നിട്ട് ഞാൻ മോനെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ അമ്മ എന്നെ തുടരുതെന്ന് പറഞ്ഞു. എന്താ മക്കളെ എന്നെ ഇഷ്ടം പോലെ അടിച്ചമ്മയെന്ന് പറഞ്ഞു. അപ്പോഴേ ഇവൻ കാണിക്കുന്ന കാലും എല്ലാം മുടി പിടിച്ച് പിഴുത്. എൻ്റെ കുഞ്ഞിതിനു വേണ്ടി എന്തു ചെയ്ത്? ഈ കൊച്ചിനെ അറിയത്തില്ല, ഇവരാരെ അറിയാമെന്നുള്ളതല്ലാതെ ഈ കൊച്ചിനുമായിട്ട് യാതൊരു ഇതുമില്ല. ഇവരുടെ ചേട്ടത്തിയായിട്ട് ഒന്നില്ല, പഠിച്ചു എന്നുള്ളത് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഇപ്പം ഈ ചാനലും ഈ കോടതി എല്ലാം പെൺപിള്ളേർക്ക് അനുകൂലമാണ്. പക്ഷേ ഇതേപോലെ ആൺപിള്ളേർക്ക് എന്തുകൊണ്ട് ഒരു അനുകൂല സാഹചര്യം? ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന എത്ര എണ്ണം ഉണ്ട്. പക്ഷെ അവർക്ക് ആരും സുരക്ഷിതത്വം കൊടുക്കുന്നില്ല. ഈ കൊച്ചിനെ എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് മറച്ച് ഇങ്ങനെ പിടിക്കുന്നു? ഞങ്ങൾക്ക് അതിനെ കാണണം, ഞങ്ങൾക്ക് അതിനോട് സംസാരിക്കണം. ആര് പറഞ്ഞിട്ടാണ് ഈ വേല ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. 13 വയസ്സേ ഉള്ളൂ, കാര്യം ശരി. പക്ഷേ ഈ 30 വയസ്സിൻ്റെ പ്രവൃത്തി ചെയ്ത ഈ കുട്ടി നിസ്സാരക്കാരിയാണോ?
നാളെ ഒരു സമയത്ത് വേറൊരുത്തനെ ചൂണ്ടിക്കാട്ടി അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇതേപോലെ കൊണ്ടിട്ട് മർദ്ദിക്കത്തില്ലയോ? ആ മാതാപിതാക്കൾ അനുഭവിച്ച മാനസിക പീഡനം, എൻ്റെ കുഞ്ഞ് അകത്ത് കിടന്ന് മാനസിക പീഡനവും ശാരീരിക പീഡനവും അനുഭവിച്ച് ഇത് ഞങ്ങൾ എവിടെ കൊണ്ട് തീർക്കും? എവിടെ കൊണ്ടാണ് ഞങ്ങൾ തീർക്കേണ്ടത്? രോഗിയാ, നിങ്ങൾ കണ്ടല്ലോ ഓപ്പറേഷൻ ചെയ്തിട്ടേക്കുന്നത്. ഞങ്ങൾ ലോൺ എടുത്ത ആ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യിപ്പിച്ച് ഇപ്പം ഇത്രയും മേലിലാക്കി വെച്ചേക്കുന്നത്. ഇടിച്ച് എന്തെങ്കിലും ആയിപ്പോയാൽ എനിക്ക് പിന്നെ ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത്? അല്ലിപ്പോട്ടെ ഒരു ഫോൺ കോൾ ചെയ്തിട്ടുണ്ടോ, ഒരു ചാറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം 20 ആ പോലീസുകാർ ആ സർക്കിൾ തന്നെ പറയുന്നു 20 വയസ്സുകാരൻ്റെ ഫോൺ നോക്കിയിട്ട് അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ വന്ന കാലം 10 വയസ്സ് മുതലുള്ളതേ പല ഫോണിനകത്ത് പല കാര്യങ്ങളാണ്. ഇവൻ്റെ ഫോണിൽ പെണ്ണുങ്ങളുടെ നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ അല്ലാതെ ഒരൊറ്റ വ്യക്തിയുടെ ഫോൺ നമ്പർ ഇല്ല. ചോദ്യം ചെയ്ത് ശരി, ഇവനെ എന്തിനു ഉപദ്രവിച്ചു, അതാര് പറഞ്ഞിട്ട് ഉപദ്രവിച്ചു? അതുകൊണ്ട് പോലീസുകാരും ഇതിന് മറുപടി പറയണം. ഈ കൊച്ചിനെ കൊണ്ട് എനിക്ക് അത് മറുപടി കേട്ടേ പറ്റും. അതിന് ഏത് അറ്റം വരെ. ഞങ്ങൾ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്തവരാ, വാടകയ്ക്ക് താമസിക്കുക. ഇനി എൻ്റെ കുഞ്ഞ് എങ്ങനെ സമൂഹത്തിൽ പോകും? ഇനി ആ സ്ഥാപനത്തിൽ എൻ്റെ കുഞ്ഞിനെ ജോലിക്ക് എടുക്കുമോ? ഇത് കള്ളവോ ഉള്ളതോ ഇതൊന്നും അല്ല പ്രശ്നം. ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ എൻ്റെ കുഞ്ഞ് അവിടെ പോയി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ വാടക കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി ഈ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും? ഞങ്ങളുടെ അവസ്ഥ ഇപ്പം ഞങ്ങൾ പെരുവഴി നിൽക്കുന്ന പോലെ അല്ലയോ? ഞങ്ങളുടെ അവസ്ഥ എന്താ? വാടക വീട്ടിലാണ് ഞങ്ങൾ താമസം. ശരിക്കും ഈ അമ്മയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഒരു കുറ്റവാളി പോലും, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളൊരു നിയമ സംഹിത നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇത്തരത്തിലൊരു വലിയ പോക്സോ കേസ് പോലൊരു വലിയ കേസ് തലയിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് ഊരിപ്പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. 13 വയസ്സുള്ള ഈ പെൺകുട്ടിയെ നിയമത്തിന് മുന്നിൽ പുറത്തു കൊണ്ടുവരണം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം തന്നെ ഈ കുട്ടിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് ഈ കുടുംബം പറയുന്നത്. കാരണം അത്രത്തോളം മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവർ ആ കുടുംബം കടന്നു. ഇനി എത്ര നാൾ കഴിഞ്ഞായിരിക്കും ഈ നാണക്കേട് ഇവർ മറക്കുക, അല്ലെങ്കിൽ ഈ ഒരു ട്രോമയിൽ നിന്ന് ഇവർ പുറത്തു വരിക എന്നുള്ളതാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള പോക്സോ പോലുള്ള വലിയ കേസുകളൊക്കെ എടുത്ത് തലയിൽ വെക്കുമ്പോൾ, അത് വ്യാജമായിട്ടുള്ള കേസുകളൊക്കെ, അതിൻ്റെ ഒരു ഇത്തിരിയെങ്കിലും ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾ ഒരിക്കലും അത് ചെയ്യില്ല എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്.